ഇന്ത്യൻ ചരിത്രത്തിലെ മധ്യകാലഘട്ടം. ഖലീഫ അബ്ബാസിദ്ദീന്റെ മരണശേഷം ഖലീഫത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെട്ടു. 9-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ 3 അധികാര മേഖലകൾ ഉയർന്നുവന്നു. താഹറിഡ് രാജവംശം, താഹറിഡ് ഡൈനാസ്റ്റി. പ്രധാനമായും ഭരണം നടത്തിയത് ഖൊറാസാനിലാണ്. ഇന്നത്തെ വടക്കുകിഴക്കൻ ഇറാൻ, തെക്കൻ തുർക്കമെനിസ്ഥാൻ, വടക്കൻ അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശം. സ്ഥാപിക്കപ്പെട്ടത് 9-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഏകദേശം 821 CE. തലസ്ഥാനം നിഷാപൂർ ആയിരുന്നു. സാഫറിഡ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സാഫറിഡ് രാജവംശം. പ്രധാന അധികാര കേന്ദ്രം സിസ്റ്റാൻ ആയിരുന്നു. ഇന്നത്തെ കിഴക്കൻ ഇറാനും തെക്കു പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനും. സ്ഥാപകൻ യാക്കൂബ് ഇബ്നു ലൈത്ത് അസ്-സഫാർ ആയിരുന്നു. 873 അവർ താഹറിദുകളെ തോൽപ്പിച്ച് ഖൊറാസാനും കൈവശപ്പെടുത്തി. സാമനിഡ് ഡൈനാസ്റ്റി അഥവാ സാമനിഡ് രാജവംശം. പ്രധാനമായും ഭരണം നടത്തിയത് ട്രാൻസോസിയാന, പിന്നീട് ഖൊറാസാനിലുമായിരുന്നു. ട്രാൻസോസിയാന എന്നത് അമുദര്യ, സിർദര്യ നദികൾക്കിടയിലുള്ള മധ്യേഷ്യൻ പ്രദേശം. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങൾ. പ്രധാന തലസ്ഥാനങ്ങൾ സമർകണ്ടും പിന്നീട് ബുഖാറയും ആയിരുന്നു. 900 CE അവർ സാഫറിഡുകളെ പരാജയപ്പെടുത്തി ഖൊറാസാനിൽ അധികാരം സ്ഥാപിച്ചു. സാമനിഡ് രാജവംശത്തിലെ അബ്ദുൽ മാലിക്കിന്റെ പ്രീതിക്ക് പാത്രമായ ഒരു അടിമ സൈന്യാധിപനായിരുന്നു ആൽറ്റജൻ. അദ്ദേഹത്തെ ഖൊറാസാനിന്റെ ഗവർണറായി നിയമിച്ചു. അബ്ദുൽ മാലിക് മരണമടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ആൽറ്റജിനെ സ്ഥാനഭ്രഷ്ടനാക്കി. തുടർന്ന് ആൽറ്റജിൻ ഗസ്നി കേന്ദ്രീകരിച്ച് ഒരു ചെറിയ പ്രദേശം സ്ഥാപിച്ചു. ആൽറ്റജിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖ് കുറച്ചുകാലം അദ്ദേഹത്തിന് പകരക്കാരനായി ഭരിച്ചെങ്കിലും പിന്നീട് ആൽറ്റജിന്റെ മരുമകനായ സമുക്തജിൻ അദ്ദേഹത്തിന് പകരക്കാരനായി അധികാരമേറ്റു. സമുക്തജിൻ അധികാരം ഉറപ്പിക്കുകയും ഗസ്നി രാജവംശത്തിന് അടിത്തറയിടുകയും ചെയ്തു.